അങ്ങനെ ഓഫർ നോക്കി വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം കൂടി ഓണസദ്യ റെഡിയാക്കാനുള്ള പുറപ്പാടുകൾ തുടങ്ങി. പച്ചക്കറികളോട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കണ്ടും തണ്ടും വെട്ടിയരിയെന്നാണ് നമ്മുടെ അനു. പച്ചക്കറികൾ മുറിച്ച് പുളിശ്ശേരി ഇളക്കിക്കൊണ്ട് വയനാട്ടിലെ തള്ളുകളും തള്ളിക്കൊണ്ട് നിൽക്കുന്നതാണ് നമ്മുടെ സോണിയ. ഇവരുടെ രണ്ടുപേരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ ക്യാമറാമാൻ്റെ റോള് മാത്രം. മത്തനൊക്കെ എടുത്ത് കുരുവൊക്കെ കളഞ്ഞ് എന്തൊക്കെയോ വിഭവങ്ങൾ റെഡിയാക്കാനുള്ള പുറപ്പാടാണ്. ബിന്ദുവിന് ഏറെക്കുറെ ഒരു സൂപ്പർവൈസറുടെ റോളാണെന്ന് തന്നെ പറയാം. പയറെല്ലാം എടുത്ത് ബീൻസും മറ്റുള്ള പല വിഭവങ്ങളും, രണ്ടു കൂട്ടം പായസവും രസവും പുളിശ്ശേരിയും എരിശ്ശേരിയും എല്ലാം കൂടി വിഭവസമൃദ്ധമായ ഓണസദ്യ തന്നെ തയ്യാറാക്കുന്നതാണ് ഈ കാണുന്നത്. പ്രവാസ ലോകത്തെ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ ഇതുതന്നെ വലിയ കാര്യം. ഒന്നും നോക്കിയില്ല, പായസമിളക്കി ഞാനും എൻ്റെ സാന്നിധ്യം അറിയിച്ചു. കുഞ്ഞളിയനും കൂടി വന്നു ചേർന്നുകൊണ്ട് ഓണാഘോഷം അടിപൊളി. ഓണസദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തിരുവാതിരക്കളി കളിക്കണമത്രേ. തിരുവാതിരക്കളിയാണോ കുമ്മാട്ടിക്കളിയാണോ കൈകൊട്ടിക്കളിയാണോ എന്നറിയാത്ത എന്തോ ഒരു തരം കളി. ഏതായാലും ഈ തവണത്തെ ഓണാഘോഷം കെങ്കേമമായതായി അറിയിച്ചു കൊള്ളട്ടെ.